കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. റോമാക്കാർക്കെതിരെ ലേഖനം 8-ാം അധ്യായം 28-ാം തിരുവചനം ഇങ്ങനെ വ്യക്തമാക്കുന്നു: ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നമുക്ക് പ്രത്യാശയോടെ പ്രാർത്ഥിക്കാം. നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഇന്നലകളെ ഓർത്ത് വ്യസനിക്കാതെ ദൈവം നൽകിയ സമാധാനത്തിലേക്കും സന്തോഷത്തിലേക്കും കടന്നു പോകുവാൻ നമുക്ക് ആഗ്രഹിക്കാം. തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു: എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളിലും അവിടുത്തേക്ക് നന്ദി പറയുവൻ. ഇതാണ് ക്രിസ്തുവിൽ നിങ്ങളെക്കുറിച്ചുള്ള ദൈവഹിതം. സ്നേഹമുള്ളവരെ, നാം മാനസികമായി തകർന്നു പോകുവാൻ ആഗ്രഹിക്കാത്ത നല്ല കർത്താവ്, നാം പാപിയായി നഷ്ടപ്പെട്ടു പോകുവാൻ ആഗ്രഹിക്കാത്ത കർത്താവ് നമ്മെക്കുറിച്ച് വ്യക്തമായ ഒരു പ്ലാനും പദ്ധതിയും മെനഞ്ഞിട്ടുണ്ട്. ആ പദ്ധതികളെ തടസ്സപ്പെടുത്തുവാൻ, തകർത്ത് ഇല്ലാതാക്കുവാൻ ദുഷ്ടശക്തികൾ പ്രവർത്തിക്കുമ്പോൾ നാം പ്രത്യാശയോടെയും വിശ്വാസത്തോടെയും നമ്മുടെ പ്രാർത്ഥനയാകുന്ന ആയുധം ഉപയോഗിക്കണം. പ്രാർത്ഥനയില്ലാത്ത വിശ്വാസി ആയുധമില്ലാത്ത പോരാളിയെ പോലെയാണ്. അതുകൊണ്ട് ബലഹീനതയിൽ ബലം നൽകുന്ന കർത്താവായ യേശുവിനെ നമുക്ക് പാടി സ്തുതിക്കാം, ആരാധിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ നമ്മുടെ ദൈവത്തെ, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന നമ്മുടെ കർത്താവിനെ ഈ നിമിഷം നമുക്ക് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. നമ്മുടെ ബലഹീനതയിൽ ദൈവത്തിന്റെ സാന്നിധ്യം കടന്നു വരുവാനായി പ്രാർത്ഥിക്കാം. നമ്മുടെ ദൈവം സർവശക്തനായ ദൈവം. സർവശക്തനാണല്ലോ എൻ്റെ ദൈവം. ആമേൻ. ഇല്ലില്ല സാധ്യമായൊന്നുമില്ല. സർവശക്തനാണല്ലോ എൻ്റെ ദൈവം. ഇല്ലില്ല സാധ്യമായൊന്നുമില്ല. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ, എന്താനന്ദം. ആമേൻ. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ, എന്താനന്ദം. സർവശക്തനാണല്ലോ എൻ്റെ ദൈവം. ഇല്ലില്ല സാധ്യമായൊന്നുമില്ല. നമ്മെ സൗഖ്യമാക്കുന്ന റാഫ യഹോവയായ ദൈവത്തെ വിളിച്ച് ഈ നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. അവിടുന്ന് എന്നും നമ്മോട് കൂടെയിരിക്കുന്ന ദൈവം, നമ്മെ അനുഗ്രഹിക്കുന്ന നല്ല കർത്താവ്. നമുക്ക് വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കാം. ആമേൻ. ഹല്ലേലൂയ. ഈ ദൈവം എൻ്റെ ദൈവം, പിതാവല്ലോ, എന്താനന്ദം. ഓ എൻ്റെ യേശുവേ, ഈ ദൈവം എൻ്റെ ദൈവം, എൻ പിതാവല്ലോ, എന്താനന്ദം. സർവശക്തനാണല്ലോ എൻ്റെ ദൈവം. ഇല്ലില്ല സാധ്യമായൊന്നുമില്ല. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ, എന്താനന്ദം. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ, എന്താനന്ദം. നമ്മുടെ ജീവിതത്തിൽ സമാധാനം നൽകുന്ന ശലോം യഹോവയായ ദൈവം, നമ്മുടെ പരാജയങ്ങളിൽ വിജയം നൽകുന്ന ദൈവം യഹോവ നിസിയായ ദൈവം ഇന്നും ജീവിക്കുന്നു. നമുക്ക് വിശ്വാസത്തോടുകൂടി വിളിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ.
ദൈവം എൻ പിതാവല്ലോ എന്താനന്ദം. ആമേൻ. ഹല്ലേലൂയ. ഈ ദൈവം എൻ്റെ ദൈവം എൻ പിതാവല്ലോ എന്താനന്ദം. സർവശക്തനാണല്ലോ എൻ്റെ ദൈവം, ഇല്ലില്ല സാധ്യമായൊന്നുമില്ല. സർവശക്തനാണല്ലോ എൻ്റെ ദൈവം, ഇല്ലില്ല സാധ്യമായൊന്നുമില്ല. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്നാനന്ദം. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്നാനന്ദം. സർവശക്തനാണല്ലോ എൻ്റെ ദൈവം, ഇല്ലില്ല സാധ്യമായൊന്നുമില്ല. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ബലഹീനമായിരിക്കുന്ന ഓരോ അവസ്ഥയിലും കർത്താവിന്റെ സാന്നിധ്യം കടന്നു വരികയും നാം പരിശുദ്ധാത്മാവിനാൽ ശക്തിപ്പെടുകയും ചെയ്യട്ടെ എന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.